everyone, welcome to Mehar'skitchen. ഇന്ന് നമുക്ക് ഒരു അടിപൊളി കേരള സ്റ്റൈൽ തനി നാടൻ ബിരിയാണി ഉണ്ടാക്കിയാലോ. മട്ടൻ ബിരിയാണി, മമ്മിൻ്റെ റെസിപ്പി. മമ്മീനോട് തന്നെ ചോദിക്കാം. അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം. ആദ്യം ഇറച്ചി വേവിച്ചെടുക്കണം. വലിയ വലിയ പീസസ് ആയിട്ട് ഇറച്ചി കട്ട് ചെയ്തെടുക്കണം. ഇത് 3/4 കിലോ മട്ടനാണ്. ഒരു പാത്രം അല്ലെങ്കിൽ കുക്കർ എടുത്തിട്ട് അതിലേക്ക് ഇറച്ചി ഇട്ട് കൊടുക്കാം. ഒരു സവാള ഇതിൻ്റെ ഒപ്പം ഇട്ട് കൊടുക്കാം. സവാള റഫ്ലി ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. ഇതോടൊപ്പം തന്നെ ആവശ്യത്തിന് ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം, ഈ കപ്പിൻ്റെ അളവിൽ. ഇതെല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് മൂടി വെച്ചിട്ട് ഇറച്ചി ഒരു 90% വേവിച്ചെടുക്കണം. വേണമെങ്കിൽ കുക്കറിൽ വിസിലടുപ്പിച്ചിട്ട് ഇറച്ചി വേവിച്ചെടുക്കാം. പക്ഷേ അധികം വെള്ളം ഉണ്ടാവാൻ പാടില്ല, പിന്നെ ഓവർ കുക്ക് ആവാതെ ശ്രദ്ധിക്കണം. ഇനി അഥവാ ഇങ്ങനെ വെച്ചിട്ട് ഇറച്ചി വെന്ത് കിട്ടുന്നില്ലെങ്കിൽ കുക്കറിലിട്ടിട്ട് വിസിലടുപ്പിച്ച് വേവിക്കാനായിട്ടാണ് കുക്കറിൽ തന്നെ ഇട്ടിട്ട് വേവിച്ചെടുക്കുന്നത്. ഇറച്ചിയൊക്കെ ഒരു 90% ആവണ വരെ വേവിച്ചെടുത്താൽ മതി. വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിച്ചെടുക്കണം. ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇറച്ചി അധികം ഓവർ കുക്ക് ചെയ്യരുത്, കാരണം അത് മസാലയിലും ദമ്മിലൊക്കെ കടന്നിട്ട് കുക്കാവേണ്ടതാണ്. അതിനനുസരിച്ചിട്ട് വേവിച്ചെടുക്കണം. പിന്നെ ആവശ്യമുള്ളത് റൈസാണ്. ഇത് 500 ഗ്രാം റൈസാണ്, ബാസ്മതി റൈസാണ്, നോർമൽ ബാസ്മതി റൈസ്, സെല്ല റൈസ് അല്ല. ഈ അരി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി 1-1.5 മണിക്കൂർ വരെ കുതിരാൻ വെക്കണം. പിന്നെ ഇതിലേക്ക് കപ്സ റൈസോ ഫ്രൈഡ് റൈസിൻ്റെ റൈസ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അത് നിങ്ങൾ 2 മണിക്കൂർ വരെ ചൂടുവെള്ളത്തിലാണ് കുതിരാൻ വെക്കേണ്ടത്. ഇറച്ചി 3/4 കിലോ ആണ്, അപ്പോൾ അരി വേണമെങ്കിലും 3/4 കിലോ എടുക്കാം. ഞങ്ങളിവിടെ യൂസ് ചെയ്യുന്നത് 500 ഗ്രാമാണ്. ഇറച്ചി വെന്ത് റെഡിയാണ്. റൈസ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം. മസാല ഉണ്ടാക്കാനായി 1/2 കപ്പ് നെയ്യാണ് ആദ്യം ആവശ്യമുള്ളത്. ഈ കപ്പിൻ്റെ അളവിലാണ് നെയ്യ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 4 ടേബിൾ സ്പൂൺ എണ്ണ ഈ നെയ്യിലേക്ക് മിക്സ് ചെയ്തിട്ടുണ്ട്. ഈ നെയ്യിൽ തന്നെയാണ് ഞങ്ങൾ പൊട്ടാറ്റോ ഫ്രൈ ചെയ്തെടുത്തത്. ഞങ്ങൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ പൊട്ടാറ്റോ ഒക്കെ ഇടാറുണ്ട്. ഞങ്ങൾക്ക് നല്ല ഇഷ്ടമാണ്. നിങ്ങൾക്ക് പൊട്ടാറ്റോ ഇഷ്ടമില്ലെങ്കിൽ ഇടണ്ട, അതോ സ്കിപ്പ് ചെയ്യാം. പിന്നെ ഈ നെയ്യിൽ തന്നെയാണ് ബിലിസ്ത ഉണ്ടാക്കിയെടുത്തത് ഗാർണിഷ് ചെയ്യാനായിട്ട്. പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും ആവശ്യത്തിന് വറുത്തെടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യമുള്ളത് 3 മീഡിയം സൈസ് സവാളയാണ്. ഇത് നൈസായിട്ട് സ്ലൈസ് ചെയ്തെടുക്കണം. ഇതോടൊപ്പം തന്നെ 4 ചെറിയ തക്കാളി ഇത് ചോപ്പ് ചെയ്തെടുക്കണം. 1/2 കപ്പ് മല്ലിയില, 1/2 കപ്പ് പുതിനയില, 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ പച്ചമുളക് ചതച്ചത്. പിന്നെ ആവശ്യമുള്ളത് ഒരു 10-15 എണ്ണം ഏലക്ക, 10-15 ഗ്രാമ്പൂ, പിന്നെ ഒരു 5-6 കഷ്ണം പട്ട. ഇതെല്ലാം പകുതി അരി വേവിക്കുമ്പോൾ ഇടണം, പകുതി മസാലയിലും ഇടണം. പിന്നെ ആവശ്യമുള്ളത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണിനേക്കാളും കുറച്ച് കുറവ് മുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ ഫുൾ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ചെറിയ ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ വലിയ ജീരകപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ നിറച്ച് ഗരം മസാലപ്പൊടി, പിന്നെ 2 ടേബിൾ സ്പൂൺ തൈര്, ഒരു വലിയ നാരങ്ങയുടെ നീര്, പിന്നെ കുറച്ച് കളറ് പാലിൽ കലക്കിയത്. കളർ ഇഷ്ടമില്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം, ഇടാതിരിക്കാം. ഇനി മസാല ഉണ്ടാക്കാൻ ആവശ്യമുള്ള പാത്രം എടുത്തിട്ട് അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യൊന്ന് ചൂടായ ഇതിലേക്ക് പകുതി ഗരം മസാല ഇട്ട് കൊടുക്കാം. ഗരം മസാല എല്ലാം ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. കളറൊന്നും മാറാൻ പാടില്ല, ബ്രൗൺ ഒന്നും ആവാൻ പാടില്ല.
ഇത് ട്രാൻസ്പെറൻ്റ് ആവണ വരെ വഴറ്റിയെടുക്കണം. മീഡിയം തീയിലാണ് ഇതൊക്കെ വഴറ്റിയെടുക്കേണ്ടത്. മസാലയൊക്കെ റെഡി ആകുമ്പോഴേക്കും നമ്മൾ റൈസും റെഡി ആയിരിക്കണം. അതിനുവേണ്ടി ഒരു പാത്രത്തിൽ 2.5 ലിറ്റർ വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ഗരം മസാല ബാക്കിയുള്ളതൊക്കെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് അടുപ്പത്ത് വെക്കാം. സവാള എല്ലാം നന്നായിട്ട് വഴഞ്ഞു വന്നിട്ടുണ്ട്. കളറും മാറാതിരിക്കാൻ ശ്രദ്ധിക്കണം, കരിയാതിരിക്കാനും ശ്രദ്ധിക്കണം. ഇനി ഇത്ര ആയിക്കഴിഞ്ഞാൽ ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കണം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ തീ മീഡിയം ടു ലോയിലായിരിക്കണം. വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നന്നായിട്ട് വഴഞ്ഞു വന്നിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് എടുത്തു ഇത് വഴഞ്ഞു വരാൻ. ഇതിങ്ങനെ ഇളക്കിക്കൊണ്ട് തന്നെ വഴറ്റിയെടുക്കണം. ഇതിൻ്റെ പച്ചമണം മാറിയിട്ട് നല്ലൊരു മണം വരും. അപ്പോൾ ഇതിലേക്ക് പച്ചമുളക് ചതച്ചത് ഇട്ട് കൊടുക്കണം. പച്ചമുളക് ഇട്ടതിന് ശേഷം 2 മിനിറ്റോളം ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ തന്നെ ഇത് വഴറ്റിയെടുക്കേണ്ടത്. 2 മിനിറ്റിന് ശേഷം തീ നന്നായിട്ട് ലോ ആക്കാം. ദമ്മിനൊക്കെ വെക്കുമ്പോൾ ലോ ആക്കാറില്ലേ, അങ്ങനെ ലോ ആക്കിയിട്ട് ഇതിലേക്ക് മസാലപ്പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മസാല ഒന്നും കരിയാതിരിക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊരു 3 മിനിറ്റ് വരെ ഇളക്കി യോജിപ്പിച്ച് പച്ചമണക്കം മാറുന്ന വരെ, ഇതിൽ നിന്നൊരു നല്ലൊരു സ്മെല്ല് വരുന്ന വരെ ഇത് വഴറ്റിയെടുക്കണം. ഇതിനൊപ്പം തന്നെ അരി വേവിക്കാനുള്ള വെള്ളം ശ്രദ്ധിക്കണം. ഇത് ചൂടായി വന്നിട്ടുണ്ട്. 2 മിനിറ്റിന് ശേഷം നമ്മൾ മസാലയൊക്കെ നന്നായിട്ട് വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ തീ മീഡിയമിലാക്കി വെക്കണം. മീഡിയം തീയിലാണ് തക്കാളിയൊക്കെ വഴറ്റിയെടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇറച്ചി വേവിച്ചപ്പോഴും നമ്മൾ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ചിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം ഉപ്പിടാൻ. തക്കാളി നന്നായിട്ട് സോഫ്റ്റ് ആവണ വരെ ഇത് വഴറ്റിയെടുക്കണം. സോഫ്റ്റായി കഴിഞ്ഞാൽ ഇതിലേക്ക് മല്ലിയിലയും പുതിന ഇലയും ഇട്ട് കൊടുക്കാം. കുറച്ച് നമുക്ക് ബാക്കി വെക്കാം ലാസ്റ്റിൽ ഗാർണിഷ് ചെയ്യുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട്. ഈ സമയത്ത് തീ മീഡിയം ടു ലോ ഫ്ലെയിമിലായിരിക്കണം. ഇനി ഇതോടൊപ്പം തന്നെ ഇതിലേക്ക് തൈരും നാരങ്ങ നീരും ഒഴിച്ചു കൊടുക്കാം. നാരങ്ങ നീര് ഒന്നായിട്ട് ഒഴിച്ചു കൊടുക്കണ ആവശ്യമില്ല, പുളിയൊക്കെ നോക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി ബാക്കി. ഇനി ഇതെല്ലാം നല്ലപോലെ യോജിപ്പിച്ചെടുക്കണം. നെയ്യ് നല്ലപോലെ പുറത്തേക്ക് തെളിഞ്ഞു വരുന്ന വരെ ഇത് വഴറ്റിയെടുക്കേണ്ടതാണ്. അങ്ങനെ നെയ്യൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. തക്കാളിയൊക്കെ നല്ലപോലെ സ്മാഷ് ആയിട്ടുണ്ട്. മസാല ഒക്കെ നല്ലപോലെ കുക്കായിട്ടുണ്ട്. നല്ല മണവും വരുന്നുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഇറച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിൽ ഉപ്പും പുളിയൊക്കെ നോക്കാം. എന്തെങ്കിലും കുറവ് തോന്നുകയാണെങ്കിൽ അത് പാകാക്കി കൊടുക്കാം. അതോടൊപ്പം തന്നെ അരി വേവിക്കാനായിട്ട് വെച്ച വെള്ളം തിളച്ച് വരുന്നുണ്ട്. ഇതിലേക്ക് ഇനി ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കണം, എന്നാലേ ഉപ്പൊക്കെ നന്നായിട്ട് അരിമേ പിടിക്കുള്ളൂ. അതുകൊണ്ട് ഉപ്പ് കുറച്ച് അധികം ഇട്ട് കൊടുക്കണം. വീണ്ടും മസാലയിലേക്ക് ഇതിൽ കുറച്ച് ഗരം മസാല കുറവ് തോന്നി. അപ്പോൾ കുറച്ച് 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്തു. അതോടൊപ്പം തന്നെ പുളിയും കുറച്ച് കുറവ് തോന്നപ്പോൾ ബാക്കിയുള്ള നാരങ്ങ നീരും ഒഴിച്ചു കൊടുത്തു. അതൊക്കെ നന്നായിട്ട് ചെക്ക് ചെയ്തിട്ട് എന്തെങ്കിലും കുറവ് തോന്നുകയാണെങ്കിൽ അത് പാകാക്കി കൊടുക്കണം. വെള്ളം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. ഇനി അരി ഒരു 90% ആവണ വരെ വേവിച്ചെടുക്കണം. ബാക്കി 10% ദമ്മിനൊക്കെ വെച്ചാൽ വെന്ത് കിട്ടും. മസാലൻ്റെ മുകളിൽ ഇങ്ങനെ നെയ്യ് കെട്ടി നിൽക്കുന്നുണ്ടാവും. ഇത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചെടുക്കാം. ഇത് ലാസ്റ്റ് ദമ്മിനൊക്കെ ഇടുമ്പോൾ മുകളിലൂടെ ഒഴിച്ചു കൊടുക്കാനാണ്. പൊട്ടാറ്റോ ഇടുകയാണെങ്കിൽ ഈ സമയത്ത് പൊട്ടാറ്റോ മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പൊട്ടാറ്റോ മസാല ഇറച്ചിയൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്.
ഇനി തീ നന്നായിട്ട് ലോ ആക്കിയിട്ട് ദമ്മിനൊക്കെ വെക്കണ പോലെ ലോ ആക്കുക. എന്നിട്ട് അരി റെഡിയാവണ വരെ നമ്മളെ മസാലയും റെഡിയാവും. നമ്മൾ റൈസ് ഇവിടെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഒരു 90% വരെ കുക്ക് ചെയ്താൽ മതി. ഇതിനെ സ്ട്രെയിൻ ചെയ്തെടുക്കാം വെള്ളമൊക്കെ കളഞ്ഞിട്ട്. അങ്ങനെ നമ്മളെ റൈസും റെഡിയാണ്, മസാലയും റെഡിയാണ്. കണ്ടോ, മസാലയിൽ നിന്ന് വെള്ളമൊക്കെ വറ്റിയിട്ട് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. അധികം വെള്ളമൊന്നും പാടില്ല. ഇനി നമുക്കിത് അറേഞ്ച് ചെയ്യാം ദമ്മിന് വെക്കാനായിട്ട്. ദമ്മിന് വെക്കാനായിട്ട് ഒരു പാത്രത്തിൽ ഹാഫ് റൈസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് മസാല എല്ലാം ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഫുൾ മസാലയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇത് ബിരിയാണി കുറച്ചായതുകൊണ്ടാണ് ഒരു ലെയർ മാത്രമേ ഇടുന്നുള്ളൂ. നിങ്ങൾ കൂടുതൽ ഉണ്ടാക്കുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ട് ലെയർ ആക്കി ഇട്ടാൽ മതി. ഇനി ബാക്കിയുള്ള റൈസും ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നേരത്തെ നമ്മൾ മസാലയിൽ നിന്ന് മാറ്റി വെച്ച ഗീ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതോടൊപ്പം തന്നെ കളർ ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരു ഫോയിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് മൂടി വെച്ചിട്ട് ഇത് ദമ്മിന് വെക്കാം. തീ ആദ്യം മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റോളം ഇത് ദമ്മിന് വെച്ചിട്ട് എടുക്കണം. മീഡിയം ആക്കരുത്, അധികമാക്കി അടി പിടിച്ച് പോകും. എന്നിട്ട് നന്നായിട്ട് 5 മിനിറ്റിന് ശേഷം നന്നായിട്ട് ലോ ആക്കിയിട്ട് ഇതൊരു 15 മിനിറ്റോളം ദം ചെയ്തെടുക്കണം. 5 മിനിറ്റ് മീഡിയം ടു ലോ ഫ്ലെയിമിലും പിന്നെ ഒരു 15 മിനിറ്റ് ഏറ്റവും ലോ ഫ്ലെയിമിലാണ് ഇത് ദം ചെയ്തെടുക്കേണ്ടത്. അങ്ങനെ 20 മിനിറ്റാണ് ദം ചെയ്തത്. ആഹാ, നല്ല മണം വരുന്നുണ്ട്. നമ്മുടെ ബിരിയാണി റെഡിയാണ്. കണ്ടോ, എന്ത് ഭംഗിയാണ് കാണാൻ. അപ്പോൾ ഇത് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. അങ്ങനെ ഒരു കിടിലൻ ബിരിയാണി, അടിപൊളിയായ കേരള സ്റ്റൈൽ ബിരിയാണി റെഡിയാണ്. ഇനി നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് കഴിക്കാം, എൻജോയ് ചെയ്യാം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യണം. എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് അറിയിക്കണം. റെസിപ്പി ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ പുതിയ റെസിപ്പീസിൻ്റെ വീഡിയോ കിട്ടാനായിട്ട് ബെൽ ഐക്കൺ പ്രസ് ചെയ്യാൻ എന്തായാലും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.